അവതാരകയും മുൻ ബിഗ് ബോസ് മത്സരാർത്ഥിയുമായിരുന്ന മസ്താനി തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം പങ്കുവച്ചിരിക്കുകയാണിപ്പോൾ. ഉമ്മയ്ക്ക് ഒരു ദാമ്പത്യമുണ്ടാകുന്നത് കാണാൻ അതിയായി ആഗ്രഹിക്കുന്നുവെന്ന് മസ്താനി പറയുന്നു. ഉപ്പയുടെ മരണശേഷം ഉമ്മയാണ് മസ്താനിയെയും സഹോദരിയെയും വളർത്തിയത്. സ്വന്തമായി സമ്പാദിച്ചു തുടങ്ങിയ ശേഷം മസ്താനിയാണ് ഇപ്പോൾ ഉമ്മയെയും സഹോദരിയെയും സംരക്ഷിക്കുന്നത്. താനാണ് കുടുംബനാഥയെന്നും അച്ഛൻ്റെ റോൾ താനാണ് ചെയ്യുന്നതെന്നും ബിഗ് ബോസിൽ വെച്ച് തന്നെ മസ്താനി പറഞ്ഞിരുന്നു. മക്കൾ ഒരു സമയം കഴിയുമ്പോൾ പഠനത്തിനും ജോലിക്കുമെല്ലാമായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയേക്കും. ചിലർ കല്യാണം കഴിച്ചു പോകും. ആ സമയത്ത് അച്ഛനാണോ അമ്മയാണോ ആരാണോ സിംഗിൾ പാരൻ്റ് ആയിട്ടുള്ളത് ആ വ്യക്തി വീട്ടിൽ ഒറ്റപ്പെടും. ആ സമയത്ത് അവർക്കൊരു കൂട്ട് വേണം. എത്ര കാലമെന്ന് വെച്ചാണ് മക്കളെ ആശ്രയിച്ച് ജീവിക്കുക? എന്തൊക്കെ മക്കളോട് അവർക്ക് പറയാൻ പറ്റും? ഒരു ലിമിറ്റുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തമെന്ന് പറയുന്ന ഒരാൾ എല്ലാ ആൾക്കാർക്കും വേണം. മസ്താനി പറഞ്ഞു തുടങ്ങി. അതിന് പ്രായമൊന്നും ഒരു വിഷയമല്ല. ഇന്ന പ്രായത്തിലെ സ്നേഹിക്കാൻ പാടുള്ളൂ, ഇത്ര പ്രായത്തിന് ശേഷം ഒരാൾക്ക് പ്രണയം തോന്നാൻ പാടില്ല, വിവാഹം കഴിക്കാൻ തോന്നാൻ പാടില്ല, പഠിക്കാൻ പാടില്ല എന്നിങ്ങനെ കുറേ കാര്യങ്ങൾക്ക് സമയം നിശ്ചയിച്ചിട്ടുണ്ട് സമൂഹം. ഇതൊക്കെ ആരാണ് നിശ്ചയിക്കുന്നതെന്ന് ചില സമയത്ത് ആലോചിച്ചു പോകും. 30 വയസ്സ് കഴിഞ്ഞാൽ വിവാഹം നടക്കില്ല, വിവാഹം നടക്കാൻ ബുദ്ധിമുട്ടാണെന്നുള്ള തരത്തിൽ കേട്ടിട്ടുണ്ട്. പങ്കാളി മരിച്ചാൽ വിധവയായി വെള്ളസാരി എടുത്ത് നടക്കണം, ഹാപ്പിയായിരിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലുള്ള ചിന്തയും സമൂഹത്തിലുണ്ട്. സമൂഹം എന്ത് വിചാരിക്കുമെന്ന് കരുതി അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ മടിക്കുന്ന ഒരുപാട് പേരുണ്ട്. എൻ്റെ ഉമ്മയും സിംഗിൾ മദറാണ്. ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുമാണ്. ഉമ്മയ്ക്ക് ചിലപ്പോൾ ഒന്ന് ചുരിദാറിട്ട് പുറത്തിറങ്ങണമെന്നുണ്ടാവും. പക്ഷേ സമൂഹത്തെക്കുറിച്ച് ഓർത്ത് ചെയ്യാൻ മടിക്കും. എൻ്റെ ഉപ്പ മരിച്ചു പോയതാണ്. ഞാനും ഉമ്മയെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിക്കാറുണ്ട്. പക്ഷേ സമൂഹത്തെ ഭയന്ന് ഉമ്മ ഒന്നും ചെയ്യില്ല. ഉപ്പ മരിച്ചിട്ട് ഒരുപാട് വർഷമായി. ഞാനും അനിയത്തിയും ഉമ്മയും അടങ്ങുന്നതാണ് കുടുംബം. ഇപ്പോൾ ഞാനാണ് കുടുംബം നോക്കുന്നത്. ഉമ്മ കുറേ വർഷങ്ങളായി ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത്. ഒരു സമയം കഴിഞ്ഞപ്പോൾ വിവാഹം കഴിക്കാൻ ഉമ്മയോട് ഞാൻ പറഞ്ഞു തുടങ്ങിയിരുന്നു. തുടക്കത്തിൽ ഉമ്മയ്ക്ക് പേടിയായിരുന്നു. കാരണം 2 പെൺകുട്ടികളാണല്ലോ. വീണ്ടും വിവാഹം കഴിച്ചാൽ വരുന്നയാൾ എങ്ങനെയായിരിക്കും, എങ്ങനെയാകും പെരുമാറുക എന്നൊക്കെയുള്ള ഭയമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ 2 പെൺമക്കളും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി. ഇപ്പോഴും വേറൊരു വിവാഹത്തിന് ഉമ്മയെ ഞാൻ നിർബന്ധിക്കാറുണ്ട്. സിംഗിൾ പാരൻ്റായിരുന്നവർ വീണ്ടും വിവാഹം കഴിച്ച വീഡിയോ കാണിച്ച് മോട്ടിവേറ്റ് ചെയ്യാറുമുണ്ട്. എന്നാലും ഉമ്മയെ എന്തോ ഒന്ന് പിന്നിൽ നിന്നും വലിക്കുകയാണ്. ഞാൻ കല്യാണം കഴിക്കും മുമ്പ് എൻ്റെ ഉമ്മയെ ഒരാളുടെ കൈപിടിച്ച് കൊടുക്കണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ ഉമ്മയ്ക്ക് നല്ലൊരു പങ്കാളിയെ ലഭിക്കുന്നത് കാണാനും അവർ നല്ലൊരു ലൈഫ് നയിക്കുന്നത് കാണാനും അതിയായ ആഗ്രഹമുണ്ട്. എന്തായാലും ഒരു ഘട്ടം കഴിയുമ്പോൾ ഉമ്മ ഒറ്റയ്ക്കായി പോകും. ആ സാഹചര്യത്തിൽ ഉമ്മയ്ക്ക് കൂട്ടായി ഒരാൾ വേണമെന്നും താല്പര്യമുള്ളവർ തന്നെ ബന്ധപ്പെടണമെന്നും മസ്താനി പറഞ്ഞു.